തീർച്ചയായിട്ടും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. കാരണം സ്വർണ്ണവില, വെസ്റ്റ് ഏഷ്യയുടെ അവസ്ഥ, അന്തരീക്ഷം, അതായത് യുദ്ധ അന്തരീക്ഷം പൂർണ്ണമായി മാറണം എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായ ഒരു സ്ഥിതിവിശേഷം സ്വർണത്തിന്റെ വിലയിലും ഒക്കെ പറയാൻ പറ്റൂ. ഇപ്പോ അത് ഒരു കാരണവശാലും ഉടനെ എങ്ങും പൂർണ്ണമായി മാറും എന്ന പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത രീതിയിലാണ് ഇറാന്റെയും പെരുമാറ്റം. അത് കഴിഞ്ഞാൽ പോരാത്തതിന് പാകിസ്ഥാനും സൗദി അറേബ്യയും ഇറാഖും ഒക്കെയും കൂടി ചേർന്ന് ഒരു സഖ്യം ഫോം ചെയ്തിരിക്കുന്നു. അത് അപകട ഭീഷണിയാണ് നൽകുന്നത്. യുദ്ധം അവസാനിക്കാനുള്ള സാധ്യതയിലേക്കല്ല അത് വിരൽ ചൂണ്ടുന്നത്. അതോടൊപ്പം തന്നെ ട്രംപും ഇറാനും നേർക്കുനേർ നിൽക്കുന്നു. സമാധാന ചർച്ചയ്ക്ക് വേണ്ടി ശ്രമിക്കുമ്പോഴും ഇസ്രായേൽ ഹമാസിനെതിരെയുള്ള സമരം ഒരു കാരണവശാലും നിർത്തില്ല. ഹമാസിനെ തുടച്ചു നീക്കിയതിന് ശേഷം, അല്ലെങ്കിൽ ഹമാസ് ഒരു കാരണവശാലും ആക്രമിക്കില്ല എന്ന് ഉറപ്പ് നൽകിയാൽ മാത്രമേ ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറൂ എന്ന സ്റ്റാൻഡിലാണ് ഇസ്രായേൽ നിൽക്കുന്നത്. അപ്പം അതായത് ഒരു കാരണവശാലും ഉടനെ അടുത്തെങ്ങും ഒരു സമാധാന അന്തരീക്ഷം നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. അതേ സമയത്ത് തന്നെ ഫെഡറൽ റിസർവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കും. അവിടെയും പിന്നെ വിലക്കയറ്റവും മറ്റതുപോലുള്ള കെടുതികളും യുദ്ധത്തിന്റെ അനന്തരഫലമായി അമേരിക്കയിലും ഉണ്ട്, ലോകം എങ്ങുമുണ്ട്. എന്നിട്ട് പോലും ഫെഡറൽ റിസർവ് പിന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ ട്രഷറി ബോണ്ടുകളുടെ വില ഉയരുമായിരുന്നു, US ഡോളർ വീണ്ടും ശക്തമാകുമായിരുന്നു. അതുകൊണ്ട് ഒരുപാട് പിന്നെ ഇൻവെസ്റ്റ്മെന്റ്സ്, അതായത് ഇപ്പോ വിപണിയിലേക്കല്ല സ്വർണത്തിലേക്ക് പോകുന്ന ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സ് അമേരിക്കൻ ഡോളറിലേക്കും അമേരിക്കൻ ട്രഷറി ബോണ്ടുകളിലേക്കും പോകുമായിരുന്നു. ആ സാധ്യത മങ്ങിയതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ പറയപ്പെട്ട ഫെഡറൽ റിസർവ് സിസ്റ്റം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കാൻ തയ്യാറാകാത്തതാണ്. അപ്പോൾ അതായത് US ഡോളർ ഇപ്പോൾ നിൽക്കുന്ന ലെവലിൽ തന്നെ തൽക്കാലം നിൽക്കട്ടെ എന്നതാണ് അവിടുത്തെ US പല ഘടകങ്ങളും പിന്നെ ആലോചിക്കുമ്പോൾ ഫെഡറൽ റിസർവിന് എടുക്കാൻ പറ്റിയ തീരുമാനം. അങ്ങനെ ഫെഡറൽ റിസർവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വർദ്ധിപ്പിച്ചില്ല. അതുപോലെ തന്നെ നമ്മൾ നോക്കണം, ഇന്ത്യയിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞ ആഴ്ചയാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി ചേർന്നത്. 5.5 നിൽക്കുന്ന റീപ്പോ റേറ്റ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബാങ്കുകൾ ഈടാക്കുന്ന റേറ്റും വർദ്ധിപ്പിക്കും. പക്ഷെ ഇവിടെ റീപ്പോ റേറ്റ് എന്ന് പറയുന്നത് ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വായ്പ കൊടുക്കുമ്പോൾ ഈടാക്കുന്ന റേറ്റ് ആണ് റീപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ആ റേറ്റില് ഒരു മാറ്റവും വരുത്താതെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി കഴിഞ്ഞ ആഴ്ച നിർത്തിയത്, അപ്പോൾ കൂടി പിരിഞ്ഞത്. ആ സാഹചര്യത്തില് ഇന്ത്യയിലാണെങ്കിലും അതായത് ഇപ്പോഴത്തെ ഈ വിലക്കയറ്റത്തെ നിയന്ത്രിക്കാൻ എന്ന രീതിയിൽ റീപ്പോ റേറ്റ് ഇത്തിരി വർദ്ധിപ്പിക്കുക, അങ്ങനെയുള്ള യാതൊരു തീരുമാനങ്ങളും എടുത്തിട്ടില്ല. അപ്പൊ തൽസ്ഥിതി തുടരുന്നു ആഗോള തലത്തിലും ഇന്ത്യ തലത്തിലും. എന്നിരിക്കെ സ്വർണത്തിന്റെ വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതേസമയത്ത് നമ്മൾ ഓർക്കണം, 5% നിന്ന് സ്വർണത്തിന്റെ ഇറക്കുമതി ചുങ്കം 15% വർദ്ധിപ്പിച്ചു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. എന്നിട്ടും അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഒരു ആഹ്വാനവും വന്നു. ഇപ്പോൾ തൽക്കാലം ഈ യുദ്ധമൊക്കെ അവസാനിച്ച് കഴിയുന്നത് വരെയും സ്വർണത്തിന്റെ സ്വർണം വാങ്ങൽ കുറയ്ക്കുക. അങ്ങനെ വാങ്ങൽ കുറയ്ക്കാൻ വേണ്ടിയാണ് അദ്ദേഹം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഇറക്കുമതി ചുങ്കം, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ല, ഇറക്കുമതിയുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നെ അത് വർദ്ധിപ്പിച്ചത്, വലിയ തോതിൽ വർദ്ധിപ്പിച്ചു. എന്നിട്ടും തൽക്കാലത്തേക്ക് ഇത്തിരി ഇടിവുണ്ടായെങ്കിൽ ഇപ്പോൾ സ്വർണം വീണ്ടും കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ സാഹചര്യത്തിൽ ETF, അതായത് സ്വർണത്തിൽ നിക്ഷേപിച്ച് ഡിമാറ്റ് അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ച് അത് പിന്നെ വില കൂടുന്നതനുസരിച്ച് വിറ്റ് ലാഭം ഉണ്ടാക്കുന്ന ഒരുപാട് ഗോൾഡ് എക്സ്ചേഞ്ച് അക്കൗണ്ടുകാര് ഒരുപാട് കൂടിയിട്ടുണ്ട്. അതായത് ഷെയർ മാർക്കറ്റിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരുപാട് പേര് ETF മാറിയിട്ടുണ്ട്. അത് സ്വർണത്തിന്റെ വിലക്കയറ്റത്തിന്, അതായത്
ഇപ്പൊ ഈ 1,14,000 അടുത്ത് വരികയാണ്. അങ്ങനെ 1,14,000 അടുത്ത് വരുമ്പോഴും അവർ വാങ്ങും. കാരണം അവർക്കറിയാം നാളെ 1,15,000 ആകും, മറ്റന്നാൾ 1,17,000 ആകും. കാരണം യുദ്ധ സാഹചര്യം കെട്ടടങ്ങിയിട്ടില്ല. തീർച്ചയായിട്ടും അതായത് ഈ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെ 880 ടൺ സ്വർണം ഉണ്ടായിരുന്നതിന്റെ കൂടെയാണ് 20 ടൺ സ്വർണവും കൂടി വാങ്ങി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെ അതായത് കറൻസിയെ സുരക്ഷിതമാക്കി വെക്കുക, സ്ട്രോങ് ആക്കി വെക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി കറൻസിയുടെ മൂല്യം നമുക്കറിയാം. 2014 $62-65 ഒരു രൂപ കിട്ടുമായിരുന്നു. ഒരു രൂപയ്ക്ക് അല്ല, ഒരു ഡോളറിന് 65 രൂപയൊക്കെ ആയിരുന്നുവെങ്കിൽ അതിപ്പോൾ 97 രൂപ വരെ വന്ന അവസ്ഥയുണ്ട്. അപ്പൊ രൂപയുടെ മൂല്യം പിടിച്ചു നിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൂടുതൽ സ്വർണം വാങ്ങിവെക്കുന്നത്. തന്നെയുമല്ല, ഇപ്പോൾ ആശ്വാസകരമായ ഒരു കാര്യം, ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് $675.50 ബില്യൺ ആയിട്ടുണ്ട്. അത് നല്ലൊരു നേട്ടമാണ്. ഇതിനു മുമ്പ് നമ്മൾ ആ ലെവലിലേക്ക് എത്തിയ സാഹചര്യങ്ങൾ ഉണ്ട്. പക്ഷെ അതിൽ നിന്ന് താഴേക്ക് പോയിരുന്നു. ഈ വർഷം പ്രത്യേകിച്ചും ട്രേഡ് ഡെഫിസിറ്റ് ഉയർന്ന തോതിലായിരുന്നു. GDP-യുടെ 1.3% വരെയൊക്കെ എത്തിയിരുന്നു. അപ്പോൾ അങ്ങനെ സാഹചര്യത്തിലെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് $675 ബില്യൺ മുകളിലാവുക എന്ന് വെച്ചാൽ അത് നല്ലൊരു സൂചനയാണ്. പക്ഷേ ഈ സൂചനകൾക്ക് വാങ്ങൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് കേരളത്തിലെ കാര്യം അറിയാം. ഓണം വരികയാണ്. അക്ഷയ തൃതീയ പോലെ തന്നെ ഓണം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കാനും സ്വർണം വാങ്ങാനും ഒക്കെയുള്ള ഒരു നല്ല ആണ്. പിന്നെ ഇപ്പോൾ വായ്പകൾ, ഇപ്പൊ ഗവൺമെന്റ് ജീവനക്കാർക്ക് പോലും ഗവൺമെന്റ് വായ്പകൾ കൊടുക്കുന്നു. അങ്ങനെ സാഹചര്യം വരുമ്പോഴേക്ക് കേരളത്തിലും ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. അക്ഷയ 1200 കോടിയുടെ സ്വർണം കേരളത്തിൽ മാത്രം വിറ്റഴിക്കപ്പെട്ടത് എന്ന് ഓർക്കണം. അപ്പൊ ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ സ്വർണം ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് മലയാളികളുടെ ഒരു പൊതു സ്വഭാവം. അതുകൊണ്ടും സ്വർണത്തിന്റെ വില നാളെയും മറ്റന്നാളും ഒക്കെ ഉയർന്നു പോയേക്കാനാണ് സാധ്യത. ഓണം വരെയും തീർച്ചയായും സ്വർണത്തിന്റെ വിലയിൽ വലിയ താഴോട്ട് കുതിപ്പ് ശ്രദ്ധിക്കേണ്ട, മുകളിലോട്ട് തന്നെ കുതിക്കും എന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും സ്വർണം എപ്പോഴും അങ്ങനെയാണ്. സ്വർണത്തിന്റെ തുടങ്ങി ഇങ്ങോട്ട് എന്നും ഏറ്റവും കൂടുതൽ സുരക്ഷിതമായ സമ്പാദ്യ മാർഗമാണ് സ്വർണം. വില ഇത്തിരി താഴേക്കോ ഇത്തിരി ഒക്കെ പോയേക്കാം, പക്ഷെ ഒരിക്കലും അപകടകരമായ രീതിയിൽ താഴേക്ക് പോകില്ല. ആ സുനിശ്ചിതത്വം സ്വർണത്തിന്റെ മൂല്യത്തിൽ എന്തും ഉണ്ടായിരുന്നോ അതിങ്ങനെ മുകളിലേക്ക് തട്ടായി പോകുന്ന അവസ്ഥ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ സ്വർണം അതേസമയത്ത് നമ്മൾ ഭൂമി വാങ്ങിയിട്ടാലോ, പണം നമുക്ക് കൂടുതൽ പണമുള്ളപ്പോൾ ഭൂമി വാങ്ങിയിട്ടാൽ ഒരാവശ്യം വന്നാൽ അത് വിറ്റ് പണമാക്കുക ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഷെയർ വാങ്ങിയാല് ഷെയറിന്റെ കയറ്റിറക്കങ്ങൾ കൊണ്ട് നമുക്ക് നഷ്ടം സംഭവിക്കാം. മറിച്ച് സ്വർണമാണ് എന്നുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലും എവിടെ കൊണ്ടേയും പണയപ്പെടുത്തി നമുക്കത് പണമാക്കി മാറ്റാൻ പറ്റും. ഇതാണ് സ്വർണത്തിന്. അതായത് സ്വർണം എപ്പോഴും മൂല്യം കാത്തു സൂക്ഷിക്കുന്നു. അത് കാത്തു സൂക്ഷിക്കുക മാത്രമല്ല, മൂല്യം വർദ്ധിച്ചു വരുന്നു. അതാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് സ്വർണത്തിൽ നിക്ഷേപിക്കാൻ എല്ലാവരും തയ്യാറാകുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.